പേര് വീർ സവർക്കർ എന്നല്ല, ഭീരു സവർക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഞങ്ങളുടെ വല്യപ്പാരാണ്, വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയാണ്. ഈ വാഗൺ ട്രാജഡിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ പറയാം. ആരാ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി? വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിനെ വെടിവെക്കാൻ വേണ്ടി തോക്ക് ചൂണ്ടിയപ്പോ അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാണ് ആചാര്യ കരയുന്നതെന്ന് ബ്രിട്ടീഷുകാരൻ ചോദിച്ചു. എവിടെ വെച്ചിട്ടാ തോക്ക് ചൂണ്ടിയത്? മലപ്പുറത്തെ കുന്നുമ്മൽ വെച്ചിട്ട്. മലപ്പുറത്തെ കുന്നുമ്മലിലെ പടിഞ്ഞാറേ ചെരുവിൽ നിന്ന് ആഞ്ഞു വീശുന്ന കാറ്റിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പയുടെ ചോരയുടെ മണമുണ്ട്. എന്തിനാ ആചാര്യ കരയുന്നത്? ധൈര്യമൊക്കെ പോയോ എന്ന് ചോദിച്ചു. മഹാനായ ഹാജി, മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തോട് പറഞ്ഞു, നിങ്ങളുടെ തോക്ക് കണ്ടിട്ടല്ല ഞാൻ കരയുന്നത്. പിന്നെയോ? 2 കാരണത്താല ഞാൻ കരയുന്നത്. ഒന്ന്, എന്റെ വെരി പേഴ്സണൽ ഇമോഷണൽ കാരണമാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി, 3 വയസ്സുള്ള പേരക്കുട്ടി, വല്ലിപ്പ വൈകുന്നേരം വരുമ്പോ മിഠായി കൊണ്ടുവരണേ എന്ന് പറഞ്ഞിരുന്നു. വൈകുന്നേരം വരുമ്പോ എന്റെ അരയിലെ അരപ്പട്ടയിലെ മിഠായിക്ക് വേണ്ടി കടിച്ചു തൂങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി എന്റെ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഈ വെടിയുണ്ടകൾ പാഞ്ഞു വന്ന് എന്റെ ശരീരം, എന്റെ പ്രാണൻ പിടഞ്ഞിറങ്ങിപ്പോയാൽ മിഠായിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ മുമ്പിൽ എന്റെ മയ്യത്ത് കൊണ്ടേ വെക്കും. വല്ലിപ്പാന്റെ അരപ്പട്ടയിൽ മിഠായി തപ്പുന്ന ഒരു കുഞ്ഞിനെ, മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ തപ്പുന്ന ഒരു കുഞ്ഞിനെ ഞാൻ എന്റെ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ട്. വല്ലിപ്പ എന്ന് വിളിക്കുമ്പോ പൊന്നു മോനെ എന്ന് പറഞ്ഞ് തിരിച്ചു മറുപടി കൊടുക്കാൻ പറ്റൂലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. വീണ്ടും അദ്ദേഹം കരഞ്ഞു. ധൈര്യം പോയോ? ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, നിങ്ങളിതാ ഒരു വെള്ള പേപ്പർ, അപ്പോളജൈസ്, മാപ്പ് എന്ന് വാക്കെഴുതി തരണം. അണ്ടമാൻ ദ്വീപിൽ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞവൻ മാപ്പെഴുതി കൊടുക്കുമ്പോ മലബാറിലെ ധീരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പയ്ക്ക് അതേ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. RSSകാരൻ മനസ്സിലാക്കണം, ഇവിടുത്തെ സംഘികൾ മനസ്സിലാക്കണം, നിങ്ങൾ ആരെയാണ് കണ്ണുരുട്ടുന്നത്, നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്, നിങ്ങൾ ആരോടായി ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ്. അത് വീട്ടിൽ പറഞ്ഞാൽ മതി, നിങ്ങളുടെ RSSന്റെ ശാഖയിൽ പറഞ്ഞാൽ മതി. ഈ രാജ്യത്തിലെ സംഘികളോട് പറയാൻ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സമ്മേളനമൊക്കെ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഈ പുരുഷാരം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ മലപ്പുറത്തെ പൂക്കോട്ടൂരിലെ വാഗൺ ട്രാജഡിയുടെ പൂക്കോട്ടൂർ യുദ്ധത്തിലെ ശുഹദാക്കളുടെ ഖബറിടത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പമാർക്ക് മുമ്പിൽ ഞങ്ങൾ ദുആ ചെയ്യല്ല, അവിടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണമെന്ന് ദുആ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പമാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വസിയ്യത്ത് പോലെ പറഞ്ഞിട്ടുണ്ട്, 1000 കൊല്ലം എലികളെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസമെങ്കിലും പുലിയെ പോലെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മർദ്ദക ഭരണാധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ജീവൻ പറിച്ചു കൊടുക്കേണ്ടി വന്നാലും. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നത് വേറൊരു കാര്യത്തിലാണ്. ഞാൻ കരയുന്നത്, നിങ്ങൾ എന്നെ വെടിവെക്കുമ്പോ എന്റെ കണ്ണിൽ കറുത്ത തുണി കെട്ടിയിട്ടുണ്ട്. ആ കറുത്ത തുണി അഴിച്ചു മാറ്റണം. ബ്രിട്ടീഷുകാരെ വെച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുറത്താണ്. എന്റെ പുറത്ത് വെടിവെക്കരുത്, എന്റെ നെഞ്ചിൽ വെടിവെക്കണം. എന്റെ നെഞ്ചിൽ വെടിവെക്കുമ്പോ നിങ്ങൾ നീട്ടിപ്പിടിച്ച തോക്കിന്റെ കാഞ്ചി വലിക്കുമ്പോ പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ എനിക്ക് കണ്ണു നിറയെ കാണണം. അതിന് ഈ കറുത്ത തുണിയൊന്ന് അഴിച്ചു മാറ്റണം. എന്നിട്ട് ഞാൻ എന്റെ നെഞ്ച് വിരിച്ചു തരാം. ഞാൻ പോകൂല, ഞാൻ ഓടൂല. എന്റെ കൈത്തലത്തെ ചങ്ങല നിങ്ങൾ മാറ്റിക്കോ. നിങ്ങൾ നീട്ടിപ്പിടിച്ച തോക്കിന്റെ മുമ്പിൽ ഇടനെഞ്ച് വിരിച്ചു വെച്ച് ഞാൻ ഈ വെടിയുണ്ടകളെ ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ പേരക്കുട്ടികളാണ് ഈ സമരവും ഈ പൗരാവകാശ സംരക്ഷണ സംഘവും നടത്തുന്നത് എന്ന് രാജ്യത്തിലെ പോലീസുകാരൻ, മോഡിയുടെ പോലീസും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ. നിങ്ങൾ ഈ റിപ്പോർട്ടാ കൊടുക്കേണ്ടത്. മോഡി സാഹിബിനോട് പറയണം, പിൻവാങ്ങൂല, അവർ പിൻവാങ്ങൂല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. 50 കിലോമീറ്റർ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ചെന്നു. കോഴിക്കോട് ചെന്നണയുന്നത് അറബിക്കടലിന്റെ കഥ പറയാനുള്ള തീരമേതാണ്. സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് അറബിക്കടലിന്റെ അകലങ്ങളിൽ കാവൽ നിന്ന കുഞ്ഞാലിമരക്കാരുടെ കഥയാണ്. സാമൂതിരിയെയും കുഞ്ഞാലിമരക്കാരെയും ചേർത്ത് പിടിച്ച ഒരു ഇന്ത്യ. ആ ഇന്ത്യ നഷ്ടപ്പെടരുത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖ വാക്യം തുടങ്ങുന്നത് അതാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിതാ എന്നാ പറയുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിതാ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്നല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നല്ല, ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഞങ്ങൾ ഈ പ്രതിജ്ഞ ചൊല്ലുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ രാജ്യത്തിലെ മുസ്ലിം സഹോദരന്റെ പ്രശ്നമല്ല ഇത്. അങ്ങനെ പ്രതീക്ഷിക്കാനാണ് ഇവരെന്തിനാണ് ഇതൊക്കെ നടത്തുന്നത്? ഇതൊരു എക്സ്പെക്ടഡ് ബിഹേവിയർ ഉണ്ട്. എന്താണ് എക്സ്പെക്ടഡ് ബിഹേവിയർ? ഞങ്ങൾ ഈ നിയമം പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും അവർ മാത്രം തക്ബീർ ധ്വനികളോടെ തെരുവിലിറങ്ങും. അപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം ബൈനറി സൃഷ്ടിക്കാം. ഹിന്ദു വേഴ്സസ് മുസ്ലിം, മുസ്ലിം വേഴ്സസ് ഹിന്ദു. ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയുടെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ഏറ്റവും അവസാനമായി ഗുജറാത്തിലെ അരക്കൊല്ല പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ചോദ്യം നമ്മൾ കണ്ടു. ഹൗ മഹാത്മാ ഗാന്ധി കമ്മിറ്റഡ് സൂയിസൈഡ്. എങ്ങനെയാണ് ഗാന്ധിജി സൂയിസൈഡ് ചെയ്തതെന്നാണ്.
കുട്ടികളോട് ചോദിക്കണം, എങ്ങനെയാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത്? ഞാൻ ആ ചോദ്യം എഴുതിയ RSSകാരനെ കുറ്റം പറയില്ല. കാരണം മൂപ്പര അപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ പേടിച്ച് സൂയിസൈഡ് ചെയ്താണ്. അതുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ ബാപ്പയും ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചു പോയതിൽ നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയേണ്ടതില്ല. അമ്മായി RSS അങ്ങനെ ചോദ്യപേപ്പർ തയ്യാറാക്കുകയാണ്. അവർ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരാൾ ഗാന്ധിജിയാണ് എന്ന് നമ്മൾ അറിയണം. അവർ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന മറ്റൊരാൾ ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിലെ പരസ്പരം വരുന്ന മനുഷ്യരാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഓശാരൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട് നിങ്ങളുടെ തറവാട്ടുവകയല്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും സ്ത്രീധനമായി നിങ്ങളുടെ അപ്പൂപ്പന്മാർ പതിച്ചു തന്ന രാജ്യത്തിന്റെ പേരല്ല ഇന്ത്യ എന്നീ രാജ്യത്തിലെ സംഘപരിവാരം മനസ്സിലാക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. ലോകം മുഴുവൻ വീക്ഷിക്കുന്നു. CNN-ലെ വാർത്തയാണ്, BBC-യിലെ വാർത്തയാണ്, അമേരിക്കൻ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ത്യ എന്ന് നിങ്ങൾ അറിയണം. നമുക്ക് സങ്കടമുണ്ട്, നമുക്ക് ദുഃഖമുണ്ട്. ഈ സംഭവ വികാസങ്ങളിൽ നമുക്കേറെ മനസ്സ് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സമരങ്ങളെ നയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഇരുട്ട് ഭേദിച്ച് ഈ പ്രശ്നങ്ങളെ മറികടന്ന് ഈ രാജ്യം തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.